സസ്പെൻഷൻ ക്യാൻസൽ ചെയ്ത് ഉടനെ ഇപ്പം എനിക്ക് തിരിച്ച് കയറി അവിടെ പ്രത്യേകിച്ച് മറിക്കാവുന്നില്ല. ഞാൻ ഈ സിസ്റ്റത്തിൻ്റെ അകത്തും പുറത്തും ഈക്വലി കംഫർട്ടബിൾ ആണ്. ഞാൻ ജനിച്ചു വീണത് IASകാരനായിട്ടൊന്നുമല്ലല്ലോ. അപ്പോൾ അത് ഞാൻ ഒരു കാര്യം എന്തായാലും നിങ്ങൾ എല്ലാവരും കണ്ട സ്ഥിതിക്ക് ഒന്ന് പറയാമല്ലോ. അല്ല, എല്ലാവരും കണ്ട സ്ഥിതിക്ക് ഒന്ന് പറയാമല്ലോ. ഞാൻ കുറച്ച് കഷ്ടപ്പാട് വിട്ടിട്ടാണ് പഠിച്ച് സിവിൽ സർവീസിൽ കയറിയത്. എനിക്ക് ഈ ജോലി വളരെ ഇഷ്ടമാണ്. ക്യാൻവസ് വളരെ വൈഡാണ്. ഞാൻ ഇപ്പോഴും പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ പറയുന്നതാണ്, വളരെ വൈഡാണ്. നമുക്ക് പ്രത്യേകിച്ച് ഈ ഒരു സീനിയോറിറ്റിയിൽ വരുമ്പോൾ പോളിസി തലത്തിലൊക്കെ കാര്യങ്ങൾ തീരുമാനിക്കും. ഇപ്പോൾ SC/ST ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ സ്കോളർഷിപ്സോ അല്ലെങ്കിൽ അതൊക്കെ പൊളിച്ചെഴുതാൻ കിട്ടുന്ന ഒരു അവസരം. ഇപ്പോൾ കൃഷിയിലാണെങ്കിലും നമുക്ക് ലാർജ് തിങ്സ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി നമുക്ക് കിട്ടുകയാണ്. അപ്പോൾ അതെല്ലാം കളഞ്ഞിട്ട് ഞാൻ ഇത്രയും ആഗ്രഹിച്ച് വന്ന ആ ജോലി കളഞ്ഞ് എന്തോ അങ്ങ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്ന എല്ലാവരും പറയുന്ന അല്ലെങ്കിൽ പൊതുവേ ഒരു തോന്നല് ഈ സൊസൈറ്റിയിൽ ഉണ്ടാവാനുള്ള കാരണം എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ നമ്മുടെ രാഷ്ട്രീയ അതിപ്രസരമാണ്. കാരണം ഇതേ ഉള്ളൂ ജീവിതത്തിൽ, ഇതാണ് എല്ലാം എന്ന ഒരു തോന്നലുണ്ട്. ഇത് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഇപ്പോൾ ചായക്കടയിൽ ഇരുന്നാലും എവിടെ ഇരുന്നാലും രാഷ്ട്രീയം നമ്മൾ സംസാരിക്കുള്ളൂ. അപ്പോൾ ഇലക്ട്രൽ പൊളിറ്റിക്സ് മോശമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. MP MLA ഒക്കെ ആയിട്ട് എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന എത്രയോ നല്ല ആൾക്കാരുണ്ട്. പക്ഷെ അത് മാത്രമൊന്നുമല്ല ജീവിതം. ഇപ്പോൾ സിവിൽ സർവീസിലും നമുക്ക് ഫെയർ ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത് ജീവിക്കാൻ പറ്റും. ഡോക്ടറായിട്ടും എഞ്ചിനീയറായിട്ടും മാഷായിട്ടും ഒക്കെ ചെയ്യാൻ പറ്റും. നിങ്ങൾ മാധ്യമപ്രവർത്തകരായിട്ടും ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളതിൽ സാറ്റിസ്ഫൈഡ് ആവണമെങ്കിൽ നമുക്ക് ഒരു വോണബി അല്ല, എനിക്ക് അതിൻ്റെ സുഖമില്ല എന്ന് മാത്രമല്ല. ഇപ്പോൾ 18 വർഷമായി ഞാൻ ഈ സർവീസിൽ. വേണമെങ്കിൽ എനിക്ക് നേരത്തെ പല തീരുമാനങ്ങളും എടുക്കാം. 18 വർഷമായി. ഇനിയും 15 വർഷത്തിലധികം സർവീസ് ഉണ്ട് എനിക്ക്. യോഗവും ആയുസ്സും എല്ലാം ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഇന്നിപ്പം ഹിയറിങ്ങിന് പോയ ആ മുറിക്കകത്ത് തന്നെ ഞാൻ ഇരുന്നെന്നും ഇരിക്കും. ഓക്കെ, സോ ആ തെറ്റിദ്ധാരണയും അല്ലെങ്കിൽ അത് പ്രതീക്ഷിച്ചിട്ട് അതിനുവേണ്ടി വെള്ളം ആരെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ചോദിച്ചിട്ട് ആ വെള്ളം മാറ്റിയേക്കാൻ പറഞ്ഞാൽ ഓക്കെ. ഇൻ കേസ് താങ്കളുടെ സസ്പെൻഷൻ പിൻവലിക്കുക ആണെങ്കിൽ ഉടനെയെങ്കിൽ താങ്കൾ പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുന്ന ജയതിലക് ചീഫ് സെക്രട്ടറി ആകാനുള്ള ഒരു സാധ്യതകൾ കൂടുതലായി കാണുന്നുണ്ട്. താങ്കളുടെ ഒരു ഹെഡായിട്ട്, സെക്രട്ടറിമാരുടെ ഹെഡ് എന്ന നിലയിൽ അദ്ദേഹം വരുമ്പോൾ ഈ സംവിധാനം സ്മൂത്തായി മുന്നോട്ട് പോകാനുള്ള ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കും. അത് ആരായാലും എപ്പോഴായാലും അതിനൊരു സമയവും കാലവും ഒക്കെ ഉണ്ടാവും. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കും. പരസ്യ പ്രതികരണങ്ങൾ, അതിപ്പോ ഹിയറിംഗ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ജയതിലകിനെതിരെയുള്ള വിമർശനം തുടരുന്നുണ്ട്. ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും. ഇത് ചട്ടങ്ങൾ എങ്ങനെയാണെന്ന് എനിക്കും നല്ല ബോധ്യമുണ്ട്. ശരിയെന്ന് തോന്നുന്നത് സർക്കാരിനെയോ സർക്കാർ നയങ്ങളെയോ ഞാൻ വിമർശിക്കാറില്ല. രാഷ്ട്രീയക്കാരെയും ഒന്നും ഞാൻ പറയാറില്ല. അതൊന്നും ഞാൻ പറയാറില്ല. ഓക്കെ, താങ്ക് യു.